ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമുക്കിന്ന് ഒരു അടിപൊളി ഡ്രിങ്ക് തയ്യാറാക്കിയാലും നമ്മൾ കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്നതാണ്. ഐസ്ക്രീം ചേർക്കാത്ത ഒരു ഐസ്ക്രീമിൻ്റെ വെള്ളത്തിൻ്റെ റെസിപ്പി തയ്യാറാക്കിയാലോ. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്ന 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. നമ്മൾ മെഷറിംഗ് കപ്പിന് 4 കപ്പ് പാല് വരും. അപ്പം നമ്മൾക്ക് ഇവിടെ കസ്റ്റാർഡ് പൗഡറാണ് നമ്മളിതിന് എടുക്കുന്നത്. അതിന് നമുക്ക് 1 കപ്പിന് പിന്നെ 1 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ട് 4 കപ്പിന് 4 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ വേണം. അപ്പോൾ നമുക്കതിൽ പച്ചവെള്ളം ഒഴിച്ചിട്ട്, തോനെ വെള്ളം ഒഴിക്കരുത്, ഒരു സ്വല്പം പച്ചവെള്ളം ഒഴിച്ചിട്ട് നമുക്കത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന 1/2 കപ്പ് പഞ്ചസാരയും കൂടെ എടുത്തിട്ട് ഈ പാലിൽ നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് മധുരത്തിന് ആവശ്യത്തിന് ഞാൻ കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കപ്പ് പഞ്ചസാര ആഡ് ചെയ്താൽ മതി. പിന്നെ അതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന കസ്റ്റാർഡ് പൗഡറും കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തീ കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈയെടുക്കാതെ തന്നെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ നമ്മൾ കൈയെടുക്കാതെ നല്ല രീതിയിൽ നമ്മളിത് മിക്സ് ചെയ്തൊന്ന് കുറുകി വരുന്ന പരുവം വരെ നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. നമ്മൾ പാലിവിടെ നല്ല ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ആറാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ പാലിൻ്റെ പാടയൊക്കെ കണ്ട് മുകളിൽ നമുക്ക് നല്ല തെളിഞ്ഞ് വന്ന് നിൽപ്പുണ്ട്. ഇനി നമുക്ക് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ മിക്സിയുടെ ജാറിനകത്തിട്ടിട്ട് നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അതിന് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഞാൻ 2 വട്ടമായിട്ട് ഇത് അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് തന്നെ മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തുകൊണ്ട് വരാം. അങ്ങനെ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് നമ്മളൊരു പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തോനെ നമ്മൾ ഇതിൻ്റെ പാലിൻ്റെയും നമ്മൾ കസ്റ്റാർഡ് ചേർത്ത് മിക്സ് നേരത്തെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് തയ്യാറാക്കി നമുക്ക് ഫ്രിഡ്ജിനകത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് നമുക്കത് കുറച്ച് കണക്കെടുത്ത് ബ്ലെൻഡ് ചെയ്തൊക്കെ നമുക്ക് എടുക്കാം. പിന്നെ നമ്മളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 വട്ടം ഞാൻ അടിച്ച് ഇതിനകത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തേക്ക് തണുത്ത വെള്ളം വേണം ഞാൻ ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പോൾ 2 കപ്പോളം തണുത്ത വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് കട്ടിക്കല്ല കുടിക്കുന്നത്, കുറച്ച് വെള്ളം പോലെ കുടിച്ചാലാണ് നമുക്കതിൻ്റെ ടേസ്റ്റ് നമുക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ഒരു 2 കപ്പോളം വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് ക്യാരറ്റും കുറച്ച് ആപ്പിളും കൂടെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കണം. അതിന് ശേഷം കുറച്ച് കസ്കസും കൂടെ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടെ ഒരു വലിയൊരു ക്യാരറ്റാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ക്യാരറ്റും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഒരു ആപ്പിളിൻ്റെ ഒരു പകുതിയോളം നമുക്ക് മതി. അപ്പോൾ അതുകൊണ്ട് ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ക്യാരറ്റും ആപ്പിളും കൊണ്ടൊക്കെ കുറച്ചും കൂടെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ചേർക്കാം. ചിലർക്ക് ഇതൊക്കെ നമ്മൾ കുടിക്കുമ്പോഴത്തേക്കൊക്കെ കടിച്ച് കഴിക്കാനൊക്കെ ഒരു പ്രത്യേക ഒരു ഇഷ്ടം കാണുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഇവിടുത്തെ നല്ല കല്യാണ വീട്ടിൽ ഐസ്ക്രീം ചേർക്കാത്ത അടിപൊളി ഒരു കസ്റ്റാർഡ് ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളിപ്പോൾ ഈ നോമ്പിന് ഈ ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഡ്രിങ്ക് ആട്ടോ. അത് ഒരു ഗ്ലാസ് കുടിച്ചാൽ മതി, നമ്മളെ ക്ഷീണമൊക്കെ നമുക്ക് നല്ല മാറി കിട്ടും. അങ്ങനെ നമ്മൾ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ. ഇത് നമ്മൾ ഇതെല്ലാം റെഡിയാക്കിയതിന് ശേഷം ഒന്നും കൂടെ ഫ്രിഡ്ജ് വെച്ചിട്ട് തണുപ്പിച്ചിട്ട് വേണം നമ്മൾ കുടിക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്.